ഇരുന്നിട്ട് ഞാനൊരു ചായ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാണൂല, പക്ഷെ ദൈവം കാണും. അതുകൊണ്ടാണ് ദൈവം കൃത്യമായിട്ട് പറഞ്ഞത്. എന്ത് പറഞ്ഞു? എനിക്കുള്ളതാണ്. അങ്ങനെയും ഞാൻ ഇതിനോടൊപ്പം പറയാറുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മഹല്ല് ജുമാഅത്തിൽ നിന്ന് തറാവിയ്യ നമസ്കാരത്തിൻ്റെ മധ്യേ പിന്നെ ഖതീബ് ഉസ്താദ് ചൊല്ലിക്കൊടുക്കുന്ന ഈ നെയ്യത്ത് വചനം ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് കേട്ടുകൊണ്ട്, അവിടെ പള്ളിയിൽ വന്നിട്ടുള്ള ആബാലവൃദ്ധ ആളുകളിൽ ഖതീബ് ഉസ്താദ് ചൊല്ലിക്കൊടുക്കുന്നത് ഏറ്റു പറയുമ്പോൾ ഞാനും വീട്ടിലിരുന്ന് എൻ്റെ നെയ്യത്ത് അവിടെ ചെയ്യാറുണ്ട്. സുരേന്ദ്രൻ ചെറുപ്പം മുതൽ, അതായത് ഒരു KSU വിദ്യാർത്ഥി കാലഘട്ടം മുതൽ തന്നെ വളരെ കോൺഗ്രസ് പ്രവർത്തകനാണ്. വളരെ സജീവമായി ഇപ്പോഴും ഒരു 60ാമത്തെ വയസ്സിലും അദ്ദേഹം ആ കോൺഗ്രസ്സുകാരനായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ആദ്യ നോമ്പിൻ്റെ അനുഭവം എന്ന് പറയുമ്പോൾ, ഞാൻ വളർന്നു വന്നതൊരു ജീവിത പരിവട്ട സാഹചര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ നോമ്പനുഷ്ഠിക്കുന്ന കാലഘട്ടങ്ങളിൽ എനിക്ക് കാര്യമായ ആഹാരങ്ങളൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ അന്നൊക്കെ കഠിനമായിരുന്നു വിശപ്പ്. പലപ്പോഴും നോമ്പ് മുറിക്കേണ്ടി വന്നത് വിശപ്പ് സഹിക്കാൻ കഴിയാത്തതുകൊണ്ട്. കുട്ടിക്കാലത്തൊക്കെ ആഹാരം ലഭ്യമല്ലാതെ ഇരുന്ന ബാല്യകാലമായിരുന്നു. 2 സഹോദരിമാരും 4 സഹോദരന്മാരും. താഴെയുള്ള ആളാണോ സുരേന്ദ്രൻ? അല്ലല്ല, ഞാൻ മക്കളിൽ രണ്ടാമത്തെ ആണല്ലേ. അപ്പൊ മക്കളിലും ഈ സുരേന്ദ്രനാണ് നോമ്പ് പറ്റിയിരുന്നത്. അതെ. അച്ഛൻ അതിനെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. അച്ഛൻ മേടിച്ചു കൊണ്ടുവരുന്ന ചെറിയ പഴം, അന്ന് ഈ പറഞ്ഞതുപോലെ ഫ്രൂട്ട്സൊന്നും സുലഭമായിട്ടുണ്ടായിരുന്നില്ല. കാരക്ക കിട്ടുമായിരുന്നു. അതൊരു 10-100 ഗ്രാം കാരക്ക വാങ്ങിച്ചു കഴിഞ്ഞാൽ 2-3 ദിവസം കഴിക്കും. അങ്ങനെയാണ്. പിന്നെ വീട്ടിലുള്ള ചോറോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ കഞ്ഞിയോ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്ന് ദൈവതമ്പുരാൻ്റെ കൃപയാൽ യഥേഷ്ടം ഭക്ഷണമുണ്ട്. കഴിക്കാൻ പറ്റാത്ത പ്രയാസം. തുടർച്ചയായ 31 വർഷമാണ് ദൈവതമ്പുരാൻ അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള പരമശ്രേഷ്ഠമായ ഒരു വിരുന്ന് കാലഘട്ടമാണ് വ്രതാനുഷ്ഠാനം. ഈ റംസാൻ വ്രതം എന്ന് പറയുന്നത്. അതിനകത്ത് സ്നേഹം, സഹനം, സഹകരണം, സാഹോദര്യം, സത്യം, ധർമ്മം, ദയ, നീതി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ സ്വാദിഷ്ടമായ വിഭവങ്ങളുണ്ട്. അത് ആവോളം നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുടനീളം ശാന്തിയും സമാധാനവും നമുക്ക് പുലർത്തിപ്പോകാൻ കഴിയും. ഇങ്ങനെ ഒരു അഭിമുഖത്തിലൂടെ സമൂഹത്തിന് എന്തെങ്കിലും ഒരു സന്ദേശം കൊടുക്കാൻ എൻ്റെ വാക്കുകൾക്ക് കഴിയുമെങ്കിൽ ഞാൻ കൃതജ്ഞനാണ്. ദൈവത്തിന് സ്തുതി.